നമസ്കാരം, ജനയുഗം ഈ യുഗത്തിലേക്ക് സ്വാഗതം. ഗൂഗിൾ ജെമിനി ആപ്ലിക്കേഷനിൽ ഇതാ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചർ എത്തിയിരിക്കുകയാണ്. പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഉപയോക്താക്കൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടന്റിനെ കുറിച്ച് വിവരങ്ങൾ അറിയാൻ കഴിയും. എന്നാൽ ഈ അപ്ഡേറ്റ് പൂർണ്ണമായും ഇപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിൽ എത്തിയിട്ടില്ല. iOS, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കാണ് ഈ ഫീച്ചർ ഇതിനോടകം തന്നെ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുതിയ ഫീച്ചർ നൽകും. അപ്ലോഡ് ചെയ്ത വീഡിയോ ചാറ്റ് ഇന്റർഫേസിന് മുകളിൽ തന്നെ കാണുന്നതിനാൽ ഉപയോക്താവിന് ആവശ്യമെങ്കിൽ വീഡിയോ വീണ്ടും കാണാൻ സാധിക്കും. അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ ഏതെങ്കിലും പ്രത്യേക വസ്തുക്കൾ, പ്രവൃത്തി, എഴുത്തുകൾ എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കും. അതേസമയം പുതിയ ഫീച്ചറിന് വെബ് സപ്പോർട്ട് ലഭ്യമായിട്ടില്ല എന്നത് ഒരു പോരായ്മയാണ്. കൂടാതെ ബിൽറ്റ് ഇൻ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കാനും കഴിയില്ല. ജെമിനി മോഡലുകളിൽ നിരന്തരമായി ഗൂഗിൾ അപ്ഡേറ്റ് നടക്കുന്നതിനാൽ വീഡിയോ അനലൈസിസ് ഫീച്ചറിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. വാട്സപ്പിൽ പുതിയ ഫീച്ചർ എത്തുന്നു. ഇനി മുതൽ വാട്സപ്പിൽ പരസ്യം ലഭ്യമാകും. സ്റ്റാറ്റസ് ഫീച്ചർ ഉള്ളതിനാലാണ് സ്പോൺസേർഡ് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുക. ഇതുവഴി മോണിറ്റൈസേഷനും സാധ്യമാകും. ഔദ്യോഗിക ബ്ലോഗിലൂടെ കഴിഞ്ഞ ദിവസമാണ് മെറ്റ ഇക്കാര്യം അറിയിച്ചത്. ചാനൽ സബ്സ്ക്രിപ്ഷൻ, പ്രൊമോട്ടഡ് ചാനലുകൾ, സ്റ്റാറ്റസിനിടയിൽ പരസ്യം എന്നിങ്ങനെ 3 അപ്ഡേഷനുകളാണ് കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ വാട്സാപ്പിന് 150 കോടി ഉപയോക്താക്കളാണ് ഉള്ളത്. അതേസമയം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഉള്ളതുപോലെ സ്റ്റോറിക്കുള്ളിലായിരിക്കും പരസ്യങ്ങൾ ഉൾപ്പെടുത്തുക. കൂടാതെ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നാൽ സ്വകാര്യ ചാറ്റിലോ ഗ്രൂപ്പ് ചാറ്റിലോ പരസ്യമുണ്ടാകില്ല. പരസ്യത്തിന് പുറമെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഫീച്ചറും അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപയോക്താക്കൾക്ക് മാസം തോറും നിശ്ചിത തുക നൽകി അവർക്ക് ആവശ്യമുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. വാട്സാപ്പിൽ പരസ്യം കൊണ്ടുവരുന്നതിനായി വർഷങ്ങളായി മെറ്റ ആലോചനയിലായിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നായി $160 ബില്യൺ മെറ്റ പരസ്യ വരുമാനത്തിലൂടെ കഴിഞ്ഞ വർഷം നേടിയത്. മനുഷ്യലോകം കീഴടക്കുമെന്ന ഭീഷണി ഒരു വശത്തുണ്ടെങ്കിൽ ശാസ്ത്ര വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ശാസ്ത്രജ്ഞരും മറുവശത്തുണ്ട്. ഇപ്പോൾ ഇതാ മനുഷ്യ ശരീരത്തിന് സമാനമായ റോബോട്ടിക് ചർമ്മം സൃഷ്ടിച്ചിരിക്കുകയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെയും യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിലെയും ഗവേഷകർ. ചെലവ് കുറഞ്ഞ ജെൽ മെറ്റീരിയലിൽ കൊണ്ടാണ് ഇവർ ചർമ്മം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് റോബോട്ടിനെ സ്പർശനം അറിയാനും ചൂടും തണുപ്പും ഒക്കെ തിരിച്ചറിയാനും സഹായിക്കുന്നത്. മറ്റു പരമ്പരാഗത റോബോട്ടിക് ചർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് ഒന്നിലധികം കോണ്ടാക്ട് പോയിന്റുകളും ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയും. ഫ്ലെക്സിബിൾ ആയ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നതിനാൽ ഈ ചർമ്മം ഏത് ആകൃതിയിലേക്കും രൂപം മാറ്റാനും കഴിയും. മറ്റ് റോബോട്ടുകളെ പോലെ തന്നെ ഇതും ചർമ്മത്തിൽ വിവിധയിടങ്ങളിൽ ഘടിപ്പിച്ച് സെൻസർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യന് സമാനമായി എല്ലാ സ്പർശനങ്ങളും അറിയാൻ കഴിയും. മനുഷ്യ ശരീരത്തിൻ്റെതുപോലെ തന്നെ സെൻസിറ്റീവ് എങ്കിലും 86,000 മാർഗങ്ങളിലൂടെ വിവിധ സ്പർശനങ്ങൾ അറിയാൻ കഴിയും ഈ റോബോട്ടിക് ചർമ്മത്തിനെന്ന് പ്രത്യേകതയുമുണ്ട്. ഓട്ടോമോട്ടീവ്, ദുരന്ത നിവാരണ മേഖലകളിൽ ഇത്തരം റോബോട്ടുകൾക്ക് വലിയ സാധ്യതകളാണ് ഗവേഷകർ പറയുന്നത്. ടെക്നോളജി രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം യുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.